Good morning, teacher. Yes, good afternoon. Good afternoon, ma'am. Good afternoon, teacher. ഇംഗ്ലീഷ് ആണെന്ന് അറിഞ്ഞപ്പോ ഓരോരുത്തർ ലെഫ്റ്റ് ആയി പോകും. Okay, good afternoon, all. Good afternoon, teacher. Good afternoon, ma'am. Yeah, good afternoon. Yeah, Tom. കുറെ നാളെ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടല്ലേ ഉള്ളു. പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ഇടയ്ക്ക് വെച്ചല്ലേ ജോയിൻ ചെയ്തേ. അതാണ്. ഓക്കെ, അപ്പോ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആണോ? ഒരു ചാപ്റ്റർ കൂടെ കണ്ടേ ഉള്ളു. ഒരു കണക്ക് വെച്ചുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, സോ ഡെയിലി സെന്റൻസ് ആണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാവരുടെ നോട്ട് കംപ്ലീറ്റ് ആണോ? പറയൂ. I don't know. പറയൂ, കംപ്ലീറ്റ് ആണോ? റെസ്പോൺസ് പിന്നെ പറയണ്ടല്ലോ, അത് വളരെയധികം കൂടുതലായതുകൊണ്ട് അല്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാട്ടോ. എവിടെ വരെ എഴുതിയെങ്കിലും പറയാമോ ഒന്ന് ആരെങ്കിലും? Nobody is not responding, madam. അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഇരിക്കുന്നവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Yes, I can hear. ബാക്കി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? Am I audible? Can you hear me? കേൾക്കുന്നില്ല. ആരും കേൾക്കുന്നില്ലല്ലോ? Yes, ma'am. കേൾക്കുന്നുണ്ട്. കേൾക്കാന്ന് പറഞ്ഞ ആരാണ്? ഫർസാന. ഫർസാന, നമ്മള് ഡെയിലി സെന്റൻസ് എവിടെ വരെ എഴുതി എന്ന് പറഞ്ഞേ? മാം, ഞാൻ കേറിയിട്ട് കുറച്ച് ദിവസമായി. കഴിഞ്ഞ ആഴ്ച ഞാൻ കേറിയിട്ടില്ല. മോക്ക് സുഖമില്ല. 17 പേരുണ്ടായിരുന്നു, ഇപ്പൊ 11 പേരായി. വാട്ട് ഈസ് ദിസ്? ഇതുവരെ എടുത്ത ഡെയിലി സെന്റൻസ് ഒന്നെല്ലാവരും വായിച്ചേ. എല്ലാവരും പെട്ടെന്ന്. എന്താണിത്? സൈലന്റ് ആണല്ലോ. ബോറടിപ്പിക്കുന്നു. ഫർസാന എവിടെ വരെ നോട്ട് എഴുതി? ഹലോ മാം, ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ 2 ആഴ്ചയായി കേറിയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ. ഞാനാണ് ഈ ഒക്കെ എഴുതിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും നോട്ട് എഴുതിയിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇത്രയും ദിവസം പറഞ്ഞ ഡെയിലി സെന്റൻസ് ആരും എഴുതിയിട്ടില്ല. സബ്ജക്റ്റ് പ്ലസ് ഹാവ്, ഡു പ്ലസ് അതൊക്കെ ഞാൻ എഴുതിയത്. ബോണ്ട് ടു, ലേബൽ ടു, അതൊക്കെയാണ് ഞാൻ എഴുതിയത്. ഞാൻ ഹൈ ഹോപ്പ് ഐ ക്യാൻ അവിടെ വരെ എഴുതണം. എന്തോ ഹൈ ഹോപ്പ് ഐ ക്യാൻ. ഐ ഹോപ്പ് ഐ ക്യാൻ. അതൊക്കെയാണോ മാഡം? കംക്യൂക്കാണ് മാഡം ലാസ്റ്റ് എഴുതിയത്. കംക്യൂക്ക്. ഡു യു യുവർ ഹോം വർക്ക് ഇൻ ഐ ഹോപ്പ് ഐ ക്യാൻ. ജോബി കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, എവിടെ വരെ എഴുതി? ജോബി ചേച്ചി കാണും. കേട്ടില്ല ജോബി. കംക്യൂക്ക് പെട്ടെന്ന് വരൂ. കംക്യൂക്കില് അതില് ഈസ് ഇറ്റ് എസെൻഷ്യൽ ഒക്കെ എഴുതിയിരുന്നോ? ഈസ് ഇറ്റ് എസെൻഷ്യൽ?
ആ എഴുതി. എഴുതി. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് യൂസിങ് മീ യു ക്യാൻ ഡൗൺ ടുഡേ. അത് അങ്ങനെ 4 വാക്കും കൂടി 4 സെന്റൻസും കൂടി എഴുതി. മനസ്സിലായി. അപ്പോ വേറെ ആരുടെയും നോട്ട് കംപ്ലീറ്റ് അല്ല അല്ലെ? ജോബി ഒരു കാര്യം ചെയ്യൂ. നമ്മൾ എവിടെ വരെ ഡെയിലി സെന്റൻസ് എടുത്തു എന്നുള്ളത് ഒന്ന് ഫസ്റ്റ് ഒഴിക്കൊന്ന് വായിക്കാം. ടീച്ചർ പറഞ്ഞു മേഡം, ടീച്ചർ പറഞ്ഞായിരുന്നേ എല്ലാവരും വീഡിയോ ഓണാക്കി വെക്കണം. ഇറ്റ് വിൽ ബി ഇൻക്രീസ് ദെയർ കോൺഫിഡൻസ് ലെവൽ. അത് ഞാൻ ഓർത്തിരുന്നതാണ്. എല്ലാവരും ഓണാക്കാൻ പറഞ്ഞു. ഇല്ലാത്ത ആൾക്കാരുടെ ക്യാമറ ഓൺ ചെയ്യും. ടോമിന്റെ വീഡിയോ സ്റ്റക്ക് ആണ് കേട്ടോ. ചക്കു ഇല്ലല്ലോ. ഇവിടെ പോസ് ചെയ്തെന്ന് കാണുന്നത് ഒന്നുമില്ല. ഓക്കെ, ക്യാമറ ഒന്നും കാണുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കയറി നോക്കാം. ലൈറ്റിന്റെ കുഴപ്പമാണ്. ഇപ്പോഴും കാണുന്നില്ല. നല്ല മഴക്കോളാ. നമ്മള് ജോബി വായിക്കൂട്ടോ. വാട്ട് ഈസ് എ ഒന്നും മാറ്റർ കാണാൻ തൊട്ടല്ലേ പറ്റുന്നില്ല തുടങ്ങിയത്? ടീച്ചർ. എന്തോ വാട്ട് ഈസ് എ മാറ്റർ തൊട്ടല്ലേ തുടങ്ങിയത് നമ്മള് ബിഗിനിങ്? ഡെയിലി സെന്റൻസ് എല്ലാം വായിച്ചതിന് ശേഷം ലാസ്റ്റ് ടങ് ട്വിസ്റ്റർ ഒരുമിച്ച് വായിച്ചാൽ മതി കേട്ടോ. ടങ് ട്വിസ്റ്റർ. വായിച്ചോളൂ. What's the matter? I don't know. What your program? Let's go. Try your best. What can I do for you? Forgot it. We went together. I was talking to a friend. What exactly your problem? I'm afraid I don't know. Is it true? That's unbelievable. I was flabbergasted. Huh? I have got to meet a friend on the way. I have got to go. Respect your elders. I went there yesterday. Nobody is perfect. Perfect yourself. I'm going home. I don't think so. No, I'm not coming. I will do it. What's your expectation? What about a cup of tea? I appreciate your presentation. Do you do your homework? I hope I can. അത് അന്നത്തെ കഴിഞ്ഞു 7-ാം തീയതി. നെക്സ്റ്റ് ഡേ വായിക്കണോ മിസ്സേ? അത് it's up to you. Let it be so. Behave yourself. It doesn't matter or doesn't work. Don't tax your brain. Don't tax your health. I'm least bothered about it. Don't lose your temper. Make it plain. Speak out your mind. Don't let me down. Damn and beautiful. Damn and cute. Damn and boring. Damn and tired. Damn and sure. Damn it. I'm damned. I can look after myself. Be punctual. Come in time. Sorry for being late. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Nothing കഴിഞ്ഞു. നീ 14-ാം തീയതി. Let's make it today. Is it a good film? Most of us are going there. By the way, what about a cup of tea? I'm extremely sorry. I understand. Well, let's move. It don't sound sensible. No possibility at all. Preserve your clean image. I always support me. Can I expect it today? I prefer to go by a car. What time now? You can't escape from it. We have got a
discuss it in detail. Be polite to others. I can't express it in words. No information at all. I am confused. We won't confirm it right now. My time is precious. I don't go there. I didn't go there. I went talk to you. In a way, you are right. Anyway, let's try to your best. Come what may, let's go. I'm afraid we are late. Be practical, be sensible, be responsible, be optimistic, be confident. Don't be disappointed. Don't be cheap. Don't be greedy. Please keep me informed. Don't misunderstand me. You are mistaken. It's none of your business. Mind your own business. Don't face in my personal matters. Mind your words. Cool down, please. Take time. Don't lose your heart. Not up to my expectation. Not up to the mark. Don't feel bad about me. Don't exaggerate it. I suppose it could rain. What you prefer? I'm not particular about it. That doesn't surprise. It's my pleasure. I'm pleased with it. You can select anything you like. I feel excited. Observe what going on here. Arrange it day after tomorrow. It's warm here. Don't pass any comment. It is essential. Stop teasing me. You seem down today. Let's go for me. Come quickly. ടീച്ചർ ഇല്ല പരിപാടിയൊക്കെ തീർന്നു. ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് ടോക്ക് ചെയ്യുന്നു. ഗ്രൂപ്പില് പറയൂ. ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് അതിനെ പറ്റി സംസാരിക്കാനുള്ള പരിപാടി അതൊക്കെ നിർത്തിയ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ ടോം. ടോം ഒന്ന് ചോദിച്ചു നോക്കി ആരെങ്കിലും സംസാരിക്കാൻ റെഡി ആണോ? ആരെങ്കിലും സംസാരിക്കാൻ റെഡിയാണോ? ഈസ് എനിബഡി ക്യാൻ ചോദിക്കൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്ക് ഞാൻ തരാം. ഐ ആം റെഡി. ഒരാൾ ഓക്കെ ആണ്, ഒരാൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ ടോം. എല്ലാവരോടും ചോദിക്കൂ. Why didn't you not responding? പൊട്ടത്തിട്ടാലും കുഴപ്പമില്ലെന്നേ, സംസാരിക്കൂ. എന്നെ വിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. പൊട്ടത്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല. Nobody is not responding, madam. Nobody is interested. ഇതാണ് പ്രശ്നം. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ടോപ്പിക്ക് തരാതിരുന്നത്? കറേജ് ഇല്ല, കോൺഫിഡൻസ് ഇല്ല. എന്താണ്? കോൺഫിഡൻസ് ലെവൽ ഇല്ലാതെ ഹോസ്പിറ്റലിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പറയൂ. ടോമിന് ഏതെങ്കിലും ടോപ്പിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ അത് സംസാരിക്കും. എന്ത് വേണം പറഞ്ഞേ? ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ ഒരാളുടെ പേര് വിളിക്കാമേ, അയാള് സംസാരിക്കാൻ പറയാം. അഞ്ജു. അഞ്ജു പോയാ? പുള്ളിയോട് ഉണ്ടായിരുന്നു കേട്ടോ. ഷീ വിൽ ബി ടോക്ക് അബൌട്ട് അല്ലെങ്കിൽ രാഗി ചേച്ചി സംസാരിക്കാൻ പറ. എനിക്ക് തോന്നി എനിക്ക് പറഞ്ഞു. Come on. എനിക്ക് പേടിയാ. Let's talk about teaching. It's a simple topic. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ഇല്ല. എങ്ങനെ ഇരിക്കണം, എങ്ങനെ പറയണം അറിയില്ല. മലയാളം പോലല്ല ഇംഗ്ലീഷ്. Let's talk about our study.
സ്മാർട്ട് 3 അക്കാഡമി. അതാവട്ടെ നല്ലത്. ഇത്രയും നാള് പഠിച്ചില്ലേ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? സ്മാർട്ട് 3 അക്കാഡമിയെ പറ്റി, അവരുടെ ടീച്ചിങ്ങിനെ പറ്റി, ടീച്ചിങ് ആൻഡ് ഹോൾ തിങ്സ് എക്സ്പീരിയൻസ് ഇൻ ക്ലാസ് തീരാറായില്ല ഇംഗ്ലീഷിന്. കണ്ട ആരും ഒന്നും വേണ്ടുന്നില്ല. Tom, please say some words about this Smart 3, please. Yeah. എത്ര പേരെ ലെഫ്റ്റ് ആയി പോന്നു. Please talk about some words. Tom? Yeah. I'm here. Please. പറയൂ. എന്താ പറയണ്ടേ? Please talk about some words about Smart 3. ഞാനല്ലേ അത് ചോദിച്ചത്, പക്ഷെ നിങ്ങളാരും എന്താ പറയത്തെ? നീ പറ. അത് ശരി, ലേഡീസ് ഫസ്റ്റ് എന്നാണ് ഞാൻ ചോദിച്ചു. എന്നിട്ട് നിങ്ങളാരും ഉത്തരം പറയുന്നത് ഞാൻ പറയാനോ? നമുക്ക് ടീച്ചർ വരെ പോയി. ടീച്ചർ നോക്ക്. It is one of the technical institution in our country. It gives us many knowledge to us. Many communication skills are developing day by day. അങ്ങനൊക്കെ പറഞ്ഞൂടെ എന്തെങ്കിലുമൊക്കെ? ആരും ഒന്നും മിണ്ടാതിരിക്കാൻ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? ഡെയിലി സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യണോ? എന്താ വേണം? തീരുമാനിച്ചോ? പറയൂ, നിങ്ങൾ ഡിസൈഡ് ചെയ്തോ? എന്താ വേണ്ടേ? ഞാൻ വരുമ്പോ നിങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ ഇവിടെ മാറിക്കഴിഞ്ഞാല് ഇവിടെ സംസാരം തുടങ്ങും. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, പറയൂ, എന്താ ചെയ്യണ്ടേ? ഡെയിലി സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? യെസ്, ഓക്കെ. അപ്പോ സ്റ്റാർട്ട് ചെയ്യട്ടോ. Don't find fault with others. Don't find fault with others. Don't get excited. Don't get excited. Sorry, it's beyond me. Sorry, it's beyond me. You shouldn't go back on your promise. You shouldn't go back on your promises. It's a long time since I met you.
It's days since she came here. It's days since she came here. It's weeks since I watched a movie. Tom, together. Then it's hours since I had anything. It's hours since I had anything. Don't flatter me. Make me a cup of tea, please. Get the hell out of here. Get the hell out of here. Don't threaten me like this. I'm not scared of you. I'm not scared of you. You are driving me mad. You are driving me mad. Your advice makes me sick. Deliberately I did it. Don't pity me. I don't remember anyone in particular. I don't remember anyone in particular. You are not reliable at all. You are not reliable at all. It depends on your decision. It depends on your decision. It depends upon my mind. It depends upon my mind.
You are a peculiar guy. I have to think it over. I'm on leave. He's on duty. The other day I met him at Kollam aane. ഇതിനെ മതി, കൈ അടിക്കുന്ന No? മതി. No, കഴിഞ്ഞു. ഓ, Okay, next tongue twister ആണ്, അതും കൂടി എഴുതിയെടുക്കാം. After an hour, the singer will come, tell your father is a good painter as well as a good writer. Okay. Is it finished? യെസ്. Yes. Okay, next മലയാളം മീനിങ് എഴുതണ്ടേ? അതും കൂടി എഴുതൂ. വേണ്ട. എഴുതണം. ഓക്കെ, മലയാളം മീനിങ് ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. കഴിഞ്ഞില്ല. എഴുതി കഴിഞ്ഞില്ല. ഓക്കെ, കഴിയുന്നു, പറയൂ. കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? റെസ്പോണ്ട് ചെയ്യോ? കഴിഞ്ഞു. കഴിഞ്ഞു. പറയട്ടെ, മീനിങ് പറയട്ടെ. വേണ്ട. പറഞ്ഞോന്നോ? ആരാ പറഞ്ഞത്? അതാരാ പറഞ്ഞത്? ആരെങ്കിലും മീനിങ് കേട്ടിട്ട് ടോമിന് അയച്ചു തരും. പോരെ?
എഴുതണ്ട. ടീച്ചർ നമ്മ അറിയാൻ ടീച്ചർ അതൊക്കെ. അറിയും. അപ്പൊ പിന്നെ എഴുതണ്ട. അറിയാത്തവർ എഴുതിക്കോട്ടെ ഭാഗങ്ങൾ. Okay, first one. Don't find fault with others. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't find fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't get excited. അതറിയാലോ. ഇങ്ങനെ എന്താണ് ഇങ്ങനെ എക്സൈറ്റഡ് ആവരുത്. അത്രയുള്ളൂ. ഇങ്ങനെ എക്സൈറ്റഡ് ആവരുത്. Don't get excited. എക്സൈറ്റഡ് ആവരുത് എന്നാണ് പറയുന്നത്. അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മലയാളം നിങ്ങൾക്ക് എഴുതിയിരിക്കാവുന്നതാണ്. Okay. Then sorry, it's beyond me. ക്ഷമിക്കണം, ഇത് എന്റെ കഴിവിനപ്പുറമാണ്. എനിക്ക് അപ്പുറമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Sorry, it's beyond me. ക്ഷമിക്കണം, ഇത് എന്റെ കഴിവിനപ്പുറമാണ്. ഇത് എന്റെ കഴിവിന് അപ്പുറമാണ്. Sorry, it's beyond. Then stick to your decision. Stick to your decision. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. Stick to your decision. Stick to your decision. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. Stick to your decision. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. You shouldn't go back on your promises. നിന്റെ promises means വാഗ്ദാനങ്ങളാണ് അല്ലെ. നിന്റെ വാഗ്ദാനങ്ങളിൽ നിന്നും പുറകോട്ട് പോകരുത്. തിരിച്ചു പോകരുത്, പുറകോട്ട് പോകരുത് എന്നൊക്കെ പറയാം. ഒന്നുകൂടി പറയാമോ? നിന്റെ വാഗ്ദാനങ്ങളിലേക്ക് തിരിച്ചു പോകരുത്. നിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് നിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. പുറകോട്ട് പോകുക തിരിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ്. നിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകരുത്. Then it's a long time since I met. നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി, ഒരുപാട് കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട്, മീറ്റ് ചെയ്തിട്ട് ഒരുപാട് കാലമായി, ഒരുപാട് കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. It's a long time since I met you. It's a long time since I met you. നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എത്ര കാലമായി എന്ന് പറയുന്നേ അതാണ്. It's a long time since I met you എന്ന് പറയാം. Okay. Then it's a days since she came here. അവളെ ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി. It's days since she came here. It's days since she came here. അവളെ ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി. It's months since she left us. അവൾ ഞങ്ങളെ വിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ട് മാസങ്ങളായി. Tom, ഒന്ന് മ്യൂട്ട് ചെയ്തോ. It's a month since she left us. അവൾ ഞങ്ങളെ വിട്ട് ഞങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് മാസങ്ങളായി എന്നാണ് പറയുന്നത്. അവൾ ഞങ്ങളെ വിട്ട് അടുത്തുനിന്ന് പോയിട്ട് മാസങ്ങളായി. Then it's weeks since I watched a movie. ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ആഴ്ചകളായി. It's weeks since I watched a movie. It's weeks since I watched a movie. ഞാൻ ഒരു സിനിമ കണ്ട ആഴ്ചകളായി. അവിടെ നിങ്ങൾക്ക് വീക്സ് യൂസ് ചെയ്യാം, മന്ത് യൂസ് ചെയ്യാം, ഇയർ യൂസ് ചെയ്യാം. സിനിമകളുടെ വർഷങ്ങളായിട്ടുണ്ട്. It's years since I watched a movie.
അവിടെ നിങ്ങൾക്ക് ഇയർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി സിനിമയുടെ ദിവസങ്ങളായി ഡേയ്സ് പറയാം. അപ്പൊ ഡേ, വീക്ക്, മന്ത്, ഇയർ എന്തും നമുക്ക് അവിടെ പറയാവുന്നതാണ്. ഓക്കെ. Then it's hours since I had anything. It's hours since I had anything. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് മണിക്കൂറുകളായി. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് മണിക്കൂറുകളായി. It's hours since I had anything. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് മണിക്കൂറുകളായി. Okay. Then don't flatter me. എന്നെ പുകഴ്ത്തരുത്. 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 Make me a cup of tea, please. എനിക്കൊരു ദയവായി എനിക്കൊരു ചായ ഉണ്ടാക്കി തരൂ. Make me a cup of tea, please. ദയവായി എനിക്കൊരു ചായ ഉണ്ടാക്കി തരൂ. Make me a cup of tea, please. Get the hell out of here. ഇവിടെ നിന്ന് പോയി തരാം. Get the hell out of here. Get the hell out of here. ഇവിടെ നിന്ന് പോയി തരാമോ? Then I'm not scared of you. അതിന് മുൻപ് don't threaten me like this ആണല്ലേ. Don't threaten me like this. എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത്. Yeah, don't threaten me like this. എന്നെ ഇതുപോലെ ഭീഷണിപ്പെടുത്തരുത്, പേടിപ്പിക്കരുത് എന്നൊക്കെയാണ്. Okay. Then I'm not scared of you. എനിക്ക് ഇതിന്റെ പേടിയില്ല. I'm not scared of you. എനിക്ക് ഇതിന്റെ പേടിയില്ല. എനിക്ക് ഇതിന്റെ പേടിയില്ല. ഡ്രൈവിംഗ് മീ എന്തോ എന്നോടാണോ ഇത് പറഞ്ഞിരുന്ന ആരെങ്കിലും? അമ്മ പറഞ്ഞ ടീച്ചർ കേട്ട്. അമ്മയായിരുന്നു. സോറി മാഡം. Okay. Then you are driving me mad. You are driving me mad. നീ എന്നെ വട്ട് പിടിപ്പിക്കുന്നു. You are driving me mad. നീ എന്നെ വട്ട് പിടിപ്പിക്കുന്നു. കറക്റ്റ് ടൈമിങ് പറഞ്ഞു.
You are driving me mad. ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്നു. അമ്മ ഇപ്പം പറഞ്ഞു നോക്ക്. Then your advice makes me sick. Your advice makes me sick. എന്റെ ഉപദേശം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. പിന്നെ Your advice makes me sick. നിന്റെ ഉപദേശം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. Your advice makes me sick. Okay. Then deliberately I did it. Deliberately I did it. എന്നത് ചെയ്തിരിക്കും ഡെലിവറി. ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ്. I deliberately did it. ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ്. Next, don't pity me. Don't ഇത് pity കൊടുക്കാൻ എഴുതായിരുന്നു. ഈ പിറ്റി എന്താ എന്നോട് മേഡം? സഹതപിക്കരുത്. എന്നോട് സഹതപിക്കരുത്. പിറ്റി എന്ന് വെച്ചെന്താ മേഡം? സഹതപിക്കരുത്. എന്നോട് അങ്ങനെ സഹതാപം തോന്നരുതെന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഫ്രേസ് ആണ്. Don't pity me. എന്നോട് സഹതപിക്കരുത്. Don't pity me. Then I'm not. Next ചെയ്ത I don't remember anyone in particular. എനിക്ക് പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. I don't remember anyone in particular. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. പർട്ടിക്കുലർ ആയിട്ട് ഞാൻ ആരെയും ഒന്നും ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആരെയും അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. ആരെയും അങ്ങനെ ഞാൻ അങ്ങ് ഓർക്കുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും അങ്ങനെ ഓർക്കുന്നില്ല എന്നാണ്. പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. ഓ ഓക്കെ, സോറി മാഡം. Okay, then you are not reliable at all. You are not reliable at all. നീ തീരെ വിശ്വാസയോഗ്യനല്ല. നിന്നോട്ട് വിശ്വാസം ഇല്ല എന്നാണ് പറയുന്നത്. ഒരു ഫ്രേസിൽ പറയുന്നേ. You are not reliable at all. നീ തീരെ വിശ്വാസയോഗ്യനല്ല. നീ തീരെ വിശ്വാസയോഗ്യനല്ല. Next, it depends on your decision. It depends on your decision. നിന്റെ തീരുമാനങ്ങളിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യും. നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഇത് നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. It depends on your decision. ഇത് നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. It's not. It depends on your decision. നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. It depends upon my mind. ഇത് എന്റെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. It depends on. Yeah, it depends upon my mind. ഇത് എന്റെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. Then you are a peculiar guy. നിങ്ങൾ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ മനുഷ്യനാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനെ പറയുന്നത്. You are a peculiar guy. You are a different guy എന്നൊക്കെ പറയില്ലേ. അതിനെ കുറിച്ച് അവിടെ എന്തോ സാറ്റലൈറ്റ് പറയുന്നതാണ്. Peculiar guy. Okay, then I have to think it over. I have to think it over. എനിക്ക് ഇതിനെ കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്.
എനിക്ക് ഇതിനെ കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. I have to think it over. I have to think it over. എനിക്ക് ഇതിനെ കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. Then I'm on leave. ഞാൻ ലീവിലാണ്. He's on duty. അവൻ ഡ്യൂട്ടിയിലാണ്. ഇതൊക്കെ അറിയാലോ. I'm on leave. He's on duty. And the next, the last one. The other day I met the other day I met him at Kollam. The other day I met him at Kollam. കൊല്ലത്ത് Yes. I am on leave in the meaning. ഏതോ? ഞാൻ ലീവിലാണ്. I'm on leave. ഞാൻ ലീവിലാണ്. I'm on leave. ഞാൻ I'm on leave. ഞാൻ ലീവിലാണ്. He's അവൻ on ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിലാണ്. Yes. Next, the last one. The other day I met him at Kollam. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കൊല്ലം തിരിച്ചു കണ്ടു. കണ്ടുമുട്ടി എന്നാണ് കേട്ടോ. കണ്ടുമുട്ടുക എന്നാണല്ലോ മീറ്റ് ഒക്കെ പറയുന്നത്. അപ്പൊ കണ്ടുമുട്ടി എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കൊല്ലം തിരിച്ച് കണ്ടുമുട്ടി. നമ്മളെ പക്ഷെ കണ്ടുമുട്ടി എന്ന് അങ്ങനെ പറയാറില്ല. കണ്ടു എന്നേ പറയൂ. ഓക്കെ. Yeah, that's all. It's finished. Okay. Next എന്താണ്? അത് വായിക്കൂ. വായിക്കാൻ പറയുമ്പോ ആരും വായിക്കില്ല അല്ലെ? After an hour the singer will come. അത് ടൈം ട്വിസ്റ്റർ ആണ് കേട്ടോ. ടൈം ട്വിസ്റ്റർ പ്രാക്ടീസ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ തരുമ്പോ ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കും. അത്ര ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു സിംഗർ വരും. ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഇതിന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങൾ റിയലൈസ് ചെയ്യണമെന്നില്ല. ഓക്കെ. അപ്പൊ ടൈം ട്വിസ്റ്റർ എന്താണ്? After an hour, the singer will come. Tell your father he is a good painter as well as a good writer. After an hour, the singer will come. Tell your father he is a good painter as well as a good writer. Yes. Okay. So 3 times. Tom, read it 5 times. After an hour, the singer will come. Tell your father he is a good painter as well as a good writer. Yeah. After an hour, the singer will come. Tell your father he is a good painter as well as a good writer. After an hour, the singer will come. Tell your father he is a good painter as well as a good writer. Yeah. Yeah. Is it okay? Yeah. Good. പിന്നെ നിങ്ങൾക്ക് ടോപ്പിക് തന്നാൽ സംസാരിക്കാൻ താല്പര്യമുണ്ടോ? Yes, of course. ഒരാൾക്ക് മാത്രം. ബാക്കി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഒന്ന് പറയൂ. നിങ്ങൾ ഒപ്പീനിയൻ പറയൂ. Please respond. Yeah, please respond. If you are ready or not. Yes. Yes, ma'am. Yes. അതാരാ ഇത് വേറൊരു പടം? Joby, Sneha, and John. All 3 students. ആണോ? 3 പേരേ ഉള്ളൂ? ബാക്കി ആരുമില്ല. എന്താ ചെയ്യണ്ടേ? ഒരു ടോപ്പിക് തരട്ടെ? സംസാരിക്കോ? Of course. Of course. I am ready. Yes. Yeah, അമ്പിളി എവിടെയായിരുന്നു അമ്പിളി? അത് ഇപ്പം ക്ലാസ്സിൽ കയറിയതാ ചുമ്മാതെ. ഇംഗ്ലീഷ് ടീച്ചർമാർ ചെറുപറാന്ന് വെച്ചേ, സ്റ്റുഡൻസ് ചെറുപറാന്ന് വരും ടീച്ചറെ. ഞാൻ പറയുന്നത് കേൾക്കട്ടെ. ഞാൻ മിസ്സാണോ നോക്കാൻ കയറിയത്. കള്ളത്തരം. ഒന്നില്ല, കുട്ടികൾ 2 കുട്ടികളുടെ അമ്മയാണ്. കള്ളത്തരം പറഞ്ഞല്ല. സത്യമായിട്ടും മോൻ എന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ അവനെ ആക്കാൻ വേണ്ടി ട്രെയിൻ കയറ്റി വിടാൻ പോയതാ. ആണോ? പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു. വിശ്വസിച്ചല്ല. അയ്യോ, ഞാൻ വൈകുന്ന മിസ്സാണോ നോക്കാൻ കയറിയതാ. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, പേടിക്കണ്ട. എക്സാമിനുള്ള ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷല്ലേ, കുഴപ്പമില്ല.
എന്നാലും കറക്റ്റ് 2:30 തന്നെ തീർന്ന മോനെ ഓടിച്ച് വിട്ടിട്ട് വന്നു നോക്ക് കറക്റ്റ് 2:30. ക്ലാസ് കാണാൻ വേണ്ടി ഓടി വന്നതാ. അല്ല 2 ക്ലാസ് മിസ് ആയിട്ടുണ്ട് എനിക്ക്. കണ്ടോ അടുത്ത ആള് ജോയിൻ ആയത് കണ്ടോ പോയോന്നറിയാൻ നോക്കുക. എല്ലാരും വന്ന് നോക്കും പോകും. ഓടാണ്ട് ഇപ്പൊ ലെഫ്റ്റ് ആയി കണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് ലെഫ്റ്റ് ആയതാണ് കണ്ടോ. അപ്പൊ അത്രയും ഉള്ളൂ. ടോപ്പിക് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യും കേട്ടോ. ടീച്ചർ തന്നെ തീരുമാനിച്ചോ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കൂ. ടോപ്പിന് ഇഷ്ടപ്പെട്ട ടോപ്പിക് എടുക്കുക. അതുപോലെ ജോബി, സ്നേഹ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കുക, സംസാരിക്കും. അടുത്ത ആഴ്ച അമ്പിളി ചേച്ചി പറയും എബൌട്ട് സ്മാർട്ട് 3 ടീച്ചിങ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര നാളത്തെ ഇതിനുള്ള ശിക്ഷയാണ്. നോട്ട് ദ പോയിന്റ്. നീ ആ കൂടുതൽ പറഞ്ഞാൽ മതി, നിനക്കാണ് കൂടുതൽ ഒപ്പീനിയൻ അബൌട്ട് സ്മാർട്ട് 3 എങ്ങനെയുണ്ട് മാഡം? നല്ലൊരു ടോപ്പിക് അല്ലേ? അങ്ങനെ പറയോ? പിന്നെ അബൌട്ട് സ്മാർട്ട് 3, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ടീച്ചേഴ്സ്. അത് നല്ല ടോപ്പിക് ആണ് കേട്ടോ. ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും സ്മാർട്ട് 3 കുറിച്ചിട്ടും നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ, ഇംഗ്ലീഷും മലയാളം നല്ല ഇംഗ്ലീഷ് പറയൂ കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, ഇംഗ്ലീഷ് പറയും. ഓക്കെ, റെഡിയാണോ എല്ലാവരും? നല്ല ടോപ്പിക് അല്ലേ? ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, അറിയാനും താല്പര്യമുണ്ട്. ഓക്കെ എങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞൂടെ നോക്കിയ എന്തോ. അപ്പൊ ഓക്കെ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കഷ്ടപ്പെട്ടു ഓക്കെ എന്ന് പറഞ്ഞു. ഈ പറയുന്ന എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വേണം കേട്ടോ. ജോയിൻ ചെയ്യണം എല്ലാവരും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. സ്പോൺസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ടീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്നെ കുറിച്ച് നല്ലോട്ട് പറഞ്ഞു കേട്ടോ. ടീച്ചറിനെ പൊക്കി പറയണമെന്ന് കുറച്ച് മുഖ്യോ ഒരുപാട് ടീച്ചറിന്റെ പേര് മറന്നുപോയി. ടീച്ചർ ഒന്നോട് പറഞ്ഞൊരു പേര്. ശരി, നിങ്ങൾക്ക് എന്താണ് അത്രയും മതി. ഇങ്ങനെ പൊക്കിയേ വേണ്ട. എനിക്ക് മനസ്സിലായി. പേര് പോലും അറിയില്ല, പിന്നെയാണ് പേര് അറിഞ്ഞില്ലെങ്കിൽ മനസ്സറിയുന്നുണ്ടെന്ന് മനസ്സിലായില്ലയോ? അതെ അതെ, പേരിലൊന്നും ഒരു കാര്യമില്ല. നോട്ട് ദാറ്റ് പോയിന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരും എല്ലാവരും. ഓക്കെ, നല്ലൊരു ക്ലാസ് നമുക്ക് നല്ലൊരു ആ ഒരു 1 hour നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ചുമ്മാ അങ്ങനെ ഓരോരൊക്കെ സംസാരിച്ച് പ്രസന്റ് ഒക്കെ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ മിക്കവരും എല്ലാവരും ജോയിൻ ചെയ്യാൻ ചാൻസ്. ക്ലാസ് ആണെന്ന് പറഞ്ഞാലാണ് ആരും വരാത്തത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു. മൺഡേ ചിലപ്പോൾ മൺഡേ ഞാൻ കേട്ടാ, ഒന്നും തോന്നരുത് കേട്ടാ. എന്തോ മൺഡേ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ കയറത്തുള്ളൂ. മണി ഉണ്ടാവില്ല. ശരിയോ? മോനെ വിളിക്കാൻ പോണല്ലയോ? ഇല്ല, എനിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോണം, അനസ്തേഷ്യ ഡോക്ടറിനെ. അപ്പം കഴിയുവാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് ചെറിയൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നേരത്തെ എത്തുവാണെങ്കിൽ കയറാം. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങൾ വെയിറ്റ് ചെയ്ത മിസ്സിന് ഞാൻ പറഞ്ഞു വിടാം. മിസ്സിനോട് പറയാം എല്ലാവരും മീറ്റിംഗ് ആണെന്ന്. വാഹിദ മിസ്സിന് മീറ്റിംഗ് ആണെന്ന് ഞാൻ പറയാം. അവിടെ പറഞ്ഞു തരാം. സ്മാർട്സിനെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും വന്നോളെ. ഞാൻ പറയാം. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു ഓൾ. ബൈ. ടീച്ചർ. Thank you, ma'am.